നമസ്കാരം. നാം ഇപ്പോൾ നിൽക്കുന്നത് ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര തീർത്ഥത്തിൻ്റെ സമീപത്താണ്. ഈ തീർത്ഥത്തിൻ്റെ പേര് വരാഹ തീർത്ഥം എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രകുളങ്ങളിലൊന്നാണ് ഈ തീർത്ഥം എന്നുള്ളതാണ്. സ്യാനന്തൂര പുരാണത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥത്തിനൊപ്പം സവിശേഷമായ സ്ഥാനമാണ് വരാഹതീർത്ഥത്തിന് നൽകിയിട്ടുള്ളത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 ആണ്ട് കൂടുമ്പോൾ നടത്തുന്ന അതിപ്രധാനമായ മുറജപം നടക്കുമ്പോൾ തിരുനാവായ യോഗക്കാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് ശ്രീവരാഹം കുളമായിരുന്നു. മുറജപവേളയിൽ നമ്പൂതിരിമാർക്കായി ഇവിടെ എണ്ണപ്പുരയുണ്ടായിരുന്നതായി മതിലകം രേഖകളിലുണ്ട്. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ ഭരിതങ്ങളിൽ പരാമർശിക്കുന്ന കുളവും ശ്രീവരാഹം കുളമാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ കുളത്തിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ആധ്യാത്മികമായി വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇതിൻ്റെ 4 ഭാഗങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമാണ്. ഇതിൻ്റെ നേരെ മറുവശത്ത് ശ്രീ കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രമുണ്ട്. മറ്റൊരു വശത്ത് അരശിൻമൂട് നാഗരാജ ക്ഷേത്രമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കുളം എന്ന് പറയുന്നത് ശ്രീവരാഹം ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള കുളമാണ്. അതിൻ്റെ പഴയ പേര് വരാഹ തീർത്ഥം എന്നായിരുന്നു. ആ വരാഹ തീർത്ഥം നഗരത്തിന് വ്യക്തിത്വം നൽകിയിരുന്ന പ്രധാന കുളങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആ വരാഹ തീർത്ഥവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും അതിനെ സംബന്ധിച്ചൊക്കെ കഥകൾ ഒരുപാടുണ്ട്. ഒരു കാലത്ത് കുഞ്ചൻ നമ്പ്യാരും അതുപോലെ ഉണ്ണായി വാര്യരും പരസ്പരം ആ കുളത്തിൻ്റെ കരയിൽ വെച്ച് സന്ധിച്ചിരുന്നുവെന്നും പരസ്പരം അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും പരസ്പരം പരിഹസിച്ചിരുന്നുവെന്നും പഴയ കാലത്തെ തിരുവനന്തപുരത്തുകാരെ വിശ്വസിച്ചിരുന്നു. വളരെയധികം പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രകുളമാണ് ശ്രീവരാഹം. വരാഹമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രീവരാഹം ക്ഷേത്രകുളം. ശ്രീവരാഹം ക്ഷേത്രകുളം നഗരത്തിലെ ഏറ്റവും വലിയ കുളമാണ്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഇതുപോലൊരു കുളം ഇത് നിലവിൽ ഇല്ല. അതുപോലെ തന്നെ ഇത് മുൻകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വളരെയധികം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും കുളിക്കുന്നത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാ ആൾക്കാരും, വയസ്സായ ആൾക്കാർ വരെ പടിക്കെട്ടുകൾ ഇറങ്ങി വന്നിരുന്ന് കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് ഉത്സവങ്ങൾ, പഴയ കാലഘട്ടങ്ങളിൽ പഴയ വള്ളംകളി ഇപ്പോഴും നമ്മൾ ആറന്മുളയൊക്കെ തുടരുന്ന തരത്തിലുള്ള കൊച്ചു വള്ളംകളി നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഓണാഘോഷത്തിന് ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ഓണാഘോഷം ശ്രീവരാഹം ക്ഷേത്രകുളത്തിൽ കേന്ദ്രീകരിച്ചിട്ട് വള്ളംകളി നടത്തിയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വള്ളംകളി നടത്തുന്നില്ല. അതുപോലെ തന്നെ കുളത്തിൽ നമ്മുടെ ഉപനയനം, ആ പരിസരത്തുള്ള ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ബ്രാഹ്മണ സമുദായം ഉപനയനം നടത്തുന്ന, ഓരോ വർഷവും പൂണുനൂൽ മാറ്റി ഉപനയനം നടത്തുന്നത് 100 കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വന്നിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അടക്കം ഉള്ള അവിടുത്തെ തന്ത്രിമുഖ്യൻ്റെ കൂടെയുള്ള ആൾക്കാർ, അവിടുത്തെ തിരുമേനിമാർ എല്ലാവരും വന്ന് അവിടെ കുളത്തിന് ചുറ്റും അതൊരു വലിയൊരു അന്തരീക്ഷം, ആ പരിസരത്തെ ജനങ്ങൾക്കൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു അവരുടെ പൂണുനൂൽ ഒരു വർഷത്തിലൊരിക്കൽ മാറ്റുന്ന ഉപനയന പരിപാടി. ശ്രീവരാഹ തീർത്ഥക്കരയിലുള്ള മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രം. വരാഹമൂർത്തിയും കുന്നാണ്ടൻ വിനായകനും
കുളത്തിനഭിമുഖമായി ദർശനം നൽകുന്ന കാഴ്ച വിശേഷമാണ്. ക്ഷേത്രകുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുളത്തിനോട് അഭിമുഖീകരിച്ച് 2 ക്ഷേത്രങ്ങൾ തൊട്ടടുത്തുണ്ട്. ഒന്ന് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രവും ഒന്ന് ശ്രീവരാഹം ശ്രീ കുന്നാണ്ടൻ മഹാഗണപതി ക്ഷേത്രവും. ക്ഷേത്രക്കുളം എന്നാണ് ഈ കുളത്തെ അറിയപ്പെടുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്ഷേത്രക്കുളത്തിൽ പണ്ട് നമ്മൾ വള്ളംകളി നടത്തിയിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വള്ളംകളി നടക്കുന്നുണ്ട്. ഇപ്പോഴും വള്ളംകളിയില്ല, എന്നാലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഒരു ഓണാഘോഷ സ്ഥലം നടക്കുന്നത് ഈ ശ്രീവരാഹം കുളത്തോട് ചേർന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രവും കുന്നാടൻ ഗണപതി ക്ഷേത്രവുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. കാരണം വരാഹമൂർത്തി പ്രതിഷ്ഠ ചെയ്യുന്ന നേരെയാണ് അതിൻ്റെ മറുകരയിൽ ശ്രീവരാഹം കുന്നാടൻ മഹാഗണപതി തിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദീപാരാധന അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗുണൻ ഇവിടെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ കുളത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ അത്യാവശ്യം കുളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ അതിനുള്ള പണി സാധനങ്ങളെല്ലാം അവർക്ക് പൂജ ചെയ്യണമല്ലോ എന്നാണ് ഞാൻ കേട്ട ഐതിഹ്യം. അപ്പോൾ പൂജയ്ക്ക് വേണ്ടി അവിടെ ഒരു ഗണപതിയെ വെച്ച് പൂജിച്ചു. അങ്ങനെ ആണ് ഐതിഹ്യമെന്ന് പണ്ടുള്ള പഴമക്കാർ പറയുന്നത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള അഗ്രശാല മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഉള്ള പ്രതിഷ്ഠയാണ് ഈ കുന്നാടൻ ഗണപതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ആൾക്കാർ പറയപ്പെടുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പല കാലങ്ങളിൽ പല രാജാക്കന്മാർ മഠങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ മഠങ്ങൾക്കൊക്കെ തന്നെ ഓരോ ദൗത്യമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഠമാണ് കുന്നാണ്ടാൻ മഠം. കുന്നാണ്ടാൻ മഠം എന്ന് പറയാൻ കാരണം അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള മഠമാണ്. ഈ കുന്നാണ്ടാൻ മഠം ശ്രീവരാഹം ക്ഷേത്രത്തിൻ്റെ വലത്തുവശത്തായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നാണ്ടാൻ ഗണപതിക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കന്യാകുമാരി ജില്ലയിലും സ്വത്തുവകകൾ ഉണ്ട്. അവിടുത്തെ ആ തോപ്പുകളിൽ നിന്നൊക്കെയുള്ള നാളികേരം കൊണ്ടുവന്നിട്ട് ഇവിടെ സൂക്ഷിക്കും. അതാണ് ഈ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം 1008 നാളികേരം ഉപയോഗിച്ചുള്ള ഒരു ഗണപതി ഹോമമാണ് മുൻകാലങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരുന്നത്. അനന്തപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവരാഹം ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം. മധ്യമ പാണ്ഡവനായ അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രക്കുളവും എന്നാണ് വിശ്വാസം. മഹാഭാരത യുദ്ധാനന്തരം പാണ്ഡവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ധാരാളം മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഇവിടെ നിർമ്മിച്ചതാണ് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രക്കുളവും. അനന്തപുരിയിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള വരാഹമൂർത്തി ക്ഷേത്രം 1749 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പുതുക്കിപ്പണിതതായി ചരിത്രം പറയുന്നു. കേരളത്തിലെ 3 വരാഹ ക്ഷേത്രങ്ങളിൽ ഭൂമിദേവിയെ ഹിരണ്യാക്ഷനിൽ നിന്ന് രക്ഷിച്ച വരാഹമൂർത്തി പ്രതിഷ്ഠയാണ് ഉള്ളത്. എന്നാൽ ശ്രീവരാഹത്ത് ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയാണ് ദർശനമരുളുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിൽ പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ വേളയിൽ അവർക്കൊരു വരാഹമൂർത്തിയുടെ വിഗ്രഹം വേണം,
നേരത്തെ ഉണ്ടായിരുന്ന വരാഹമൂർത്തിയുടെ വിഗ്രഹം അത് അവിടുത്തെ ഗ്രാമത്തിൽ നടന്ന 2 വിഭാഗക്കാർ തമ്മിലുള്ള ചേരി തിരിവുകളെ തുടർന്ന് അതിനെ നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വീണ്ടും ഒരു വിഗ്രഹം അവിടെ വേണം. അവിടുത്തെ പന്നിയൂരിലെ ക്ഷേത്രം നവീകരിക്കണം. അതിനുവേണ്ടി അവർ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കണ്ടിട്ട് തങ്ങളുടെ ലക്ഷ്യം അറിയിച്ചിട്ട് അവർ ഈ വരാഹക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അളവുകൾ മറ്റും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ തിരുവനന്തപുരത്തെ ശ്രീവരാഹ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി മലബാറിലെത്തിയിരുന്നു, അല്ലെങ്കിൽ മലബാറുകാർക്ക് സുപരിചിതമായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ്. നഗരത്തെ ഒരു ദേവതയായിട്ടാണ് ശ്യാനന്തൂരപുര വർണ്ണനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ദേവതയായിട്ട്, ആ ദേവതയായിട്ട് നഗരത്തെ വർണ്ണിക്കുവാൻ പ്രേരിപ്പിച്ചത് അനേകം നന്ദാവനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുളങ്ങൾ, തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പുണ്യതീർത്ഥങ്ങളിൽ പലതും നിർഭാഗ്യവശാൽ ഇപ്പം മൂടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും കുറേ കുളങ്ങളെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നഗരമധ്യത്തിലെ ശ്രീവരാഹം കുളം ഒരു ഗ്രാമീണ ദൃശ്യ അനുഭവമാണ് കണ്ണിന് നൽകുന്നത്. സമീപവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ കുളത്തിൻ്റെ സാന്നിധ്യം. കുളത്തിന് മധ്യത്തിലെ മണ്ഡപത്തിൽ സാക്ഷാൽ വരാഹമൂർത്തി എത്തുമെന്നാണ് വിശ്വാസം. കുട്ടികൾ പോലും ഏറെ ആനന്ദത്തോടെ നീന്തിക്കളിച്ചിരുന്ന, വള്ളംകളികൾ സംഘടിപ്പിച്ചിരുന്ന ഈ വലിയ കുളം ഇന്ന് അവഗണനയുടെ വക്കിലാണ്. കാവുകൾക്കും കുളങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകി സംരക്ഷിച്ചു പോന്നിരുന്ന ഭരണകൂടമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ പാരമ്പര്യമാണ് നമുക്ക് വേണ്ടത്.